ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിൽ മുഴുവൻ പീഡനക്കഥകൾ പെരുകുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. വിശിഷ്യ കോൺഗ്രസിനുള്ളിലും ഇത്തരത്തിലുള്ള പീഡനക്കഥകൾക്ക് യാതൊരുവിധ പഞ്ഞവുമില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വാർഡ് തലം മുതൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും DCCയിലും KPCCയിലും എന്തിനു വേണ്ട പ്രതിപക്ഷ നേതാവ് പോലും പീഡന ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തികളായി മാറിയിരിക്കുന്നത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. വനിതാ നേതാവായ സിമി റോസ്ബെൽ ജോണിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് മാധ്യമ പ്രവർത്തകരെ വരെ വിലക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് നീങ്ങിയിരിക്കുന്നു. അതായത് എറണാകുളം DCC ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അടക്കം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് VD സതീശൻ ഉയർത്തിയത്. കാരണം റോസ്ബെല്ലുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും ചോദിക്കരുത് എന്ന് അദ്ദേഹം ശകാരിക്കുന്ന തരത്തിലേക്ക്, ക്ഷുഭിതനാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. അതായത് സതീശൻ ഉൾപ്പെടെ ഉള്ള നേതാക്കൾക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം സിമി റോസ്ബെൽ ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളോട് പറയാനുള്ളതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും വിഷയത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട എന്നുമായിരുന്നു സതീശൻ്റെ നിലപാട്. പാർട്ടിയിൽ പദവി കൊടുത്തില്ലെന്നതാണ് അവരുടെ പ്രധാന ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതരം ആരോപണം വന്നപ്പോൾ ചർച്ച വഴിതിരിച്ചു വിടുവാൻ CPM-കാരനായ ചാനൽ മേധാവി ചമച്ച ഒരു കള്ളക്കഥയാണ് ഇതെന്നാണ് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു വയ്ക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പ്രഹസനമാണെന്നും വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ പീഡനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പീഡന ആരോപണങ്ങളെക്കുറിച്ച് യാതൊരുവിധ മറുപടിയും നൽകാൻ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിൽ നിന്നും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റായ K സുധാകരൻ അടക്കം കണ്ടത്. മഹിളാ കോൺഗ്രസ് നേതാവായിരുന്ന സിമി റോസ്ബെല്ലിൻ്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കണമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ അടക്കമുള്ളവർ ആരോപിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചു. ഈ പ്രസ്താവനയോടൊന്നും പ്രതികരിക്കുവാൻ VD സതീശൻ തയ്യാറായിട്ടില്ല. VD സതീശൻ സ്വയം അന്വേഷണം ആവശ്യപ്പെടണമായിരുന്നു. മറുപടി പറയാതിരിക്കുന്നത് ഭൂഷണമല്ല. പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA ഉയർത്തിയ ഗുരുതര ആരോപണങ്ങൾ കർശനമായി പരിശോധിക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ LDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിലൊന്നും VD സതീശൻ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഏത് പ്രമാണിയായാലും ഉന്നതനായാലും കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് വളരെ വ്യക്തമായി തന്നെ പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ മാതൃകാപരമായ സമീപനമാണ് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചു വരുന്നത്. ഗുരുതരമായ ആഭ്യന്തര വീഴ്ചകൾ UDF കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. തങ്ങളുടെ കാലം സ്കോട്ട്ലാൻഡ് മാതൃകയിലായിരുന്നു പോലീസ് എന്ന് പറഞ്ഞതായി ഇത് അപഹാസ്യമാണെന്നും AK ബാലൻ മാധ്യമപ്രവർത്തകരോട് പാലക്കാട് വെച്ച് വ്യക്തമാക്കി. അതായത് കൃത്യമായി പറഞ്ഞാൽ ഏത് ആരോപണങ്ങളും ഉണ്ടായാലും ഒളിച്ചോടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നും കണ്ടുവരുന്നത്.